നമ്മുടെ നാട്ടിൽ ഇനിയിപ്പോൾ ആരോഗ്യ കേന്ദ്രങ്ങളോ PHC സെൻ്ററുകളോ മെഡിക്കൽ കോളേജോ ഒന്നും വേണ്ട പ്രസവത്തിന്. കാരണം വീട്ടിലിനിപ്പോൾ പ്രസവെടുപ്പാണ്. പ്രത്യേകിച്ചും വടക്കൻ നാടുകളിൽ നിന്ന്, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലൊക്കെ ഇപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നു. പക്ഷേ ട്രെൻഡ് എന്തായാലും നന്നായിട്ടുണ്ട്. കാരണം പ്രസവത്തോടു കൂടി ഇപ്പോൾ സ്ത്രീകൾ മരിക്കുന്ന അവസ്ഥയാണ്, അതും രക്തമൊക്കെ വാർന്നു. ഏറ്റവും ലേറ്റസ്റ്റ് കേസ് പൗർണമി വായിച്ചില്ലേ, അറിഞ്ഞില്ലേ? സിറാജുദ്ദീൻ്റെ കേസ്, അതും 5ാമത്തെ പ്രസവം, അവർ മരിച്ചു. ശരിക്കും അതിദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. പ്രസവത്തെ തുടർന്ന് ഒരു സ്ത്രീ മരിക്കുക, അതായത് അവർ മരണവെപ്രാളത്തിൽ അവരെ ആശുപത്രി കൊണ്ടുപോകും എന്ന് പറഞ്ഞപ്പോൾ പോലും നോക്കി നിൽക്കുകയായിരുന്നു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. പക്ഷെ എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ സാധിക്കുന്നത്? ഒരു പ്രസവം എന്ന് പറയുന്നത് ഇത്രയും നിസ്സാരവൽക്കരിച്ച്, അല്ലെങ്കിൽ മുൻപ് കാലങ്ങളിൽ നടന്ന, അല്ലെങ്കിൽ പണ്ടൊക്കെ അങ്ങനെ നടന്നിരുന്നു, വീടുകളിൽ പ്രസവിച്ചിരുന്നു. അന്നൊന്നും ആശുപത്രികൾ ഇത്രയും കൂടുതലായിട്ടില്ലായിരുന്നു. അത് മാത്രമല്ല, അന്നത്തെയും ഇന്നത്തെയും ജീവിത രീതികൾ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല. അത് എന്തുകൊണ്ടാണ് ഈ ആളുകൾ മനസ്സിലാക്കാത്തത്? ഇതിനു മുൻപും നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനോ ശാരികയോ അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരോ ആരും ചർച്ച ചെയ്യുന്നത് കൊണ്ട് മാത്രം, ഇതിനെ ഒരു വാർത്തയാക്കിയത് കൊണ്ട് മാത്രം ഈ ആളുകൾ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുന്നത് നിർത്തത്തില്ല, നമുക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. പക്ഷേ എങ്കിലും ചോദിച്ചു പോയി, ഇത്രയും വിദ്യാഭ്യാസവും വിവരവും ഉള്ള ഈ ഒരു നാട്ടിൽ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഒരു സ്ത്രീയെ മരണത്തിലേക്ക് തള്ളിവിടാൻ തയ്യാറാവുന്നത്? എത്ര നിസ്സാരമായിട്ട്, എത്രയും നിസ്സഹായനായിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം എന്തിനാണ് സ്വയം ക്രിയേറ്റ് ചെയ്യുന്നത്? ശരിക്കും ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ആ യുവതിയുടെ ഹസ്ബൻഡ് അത് മതപരമായിട്ടുള്ള പ്രസംഗവും ഒക്കെ നടത്തുന്ന ഒരാളാണ്. അത്തരത്തിലുള്ള ഒരാള് സ്വന്തം ഭാര്യ, അതും തൻ്റെ 4 മക്കളെ പ്രസവിച്ച് കഴിഞ്ഞ് 5ാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്ന തൻ്റെ ഭാര്യയോട് ഈ ഒരു ക്രൂരത കാണിക്കേണ്ട എന്ത് ആവശ്യമാണ്? പലരും അദ്ദേഹത്തോട്, അയാളോട് ചോദിക്കുന്നുണ്ട്, നീ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ആളല്ലേ, എന്നാൽ നിന്റെ ഭാര്യയുടെ ജീവൻ നീ തിരിച്ചു നൽകുക എന്ന് പറയും. എത്ര വിദഗ്ധമായിട്ട്, എത്ര കള്ളത്തരത്തിൽ, എത്ര കാപട്യത്തിലൂടെയാണ് ആംബുലൻസ് ഡ്രൈവറെ പോലും വിളിച്ച് മൃതദേഹം അപ്പോഴേക്കും പായിൽ പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കും. അത് വയോധികയാണ്, ശ്വാസമുട്ടൽ വന്ന് മരിച്ചതാണ്, ആശുപത്രിയിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ശ്വാസമുട്ട് കൂടുതലാണ് എന്ന് പറഞ്ഞാണ് ഈ ആംബുലൻസ് ഡ്രൈവറെ പോലും വിളിക്കുന്നത്. എന്താ പറയുക, എത്ര നിസ്സാരമായിട്ടാണ് ഒരാളുടെ മരണത്തെ അയാൾ കണ്ടത്. അത് അയാളുടെ ഭാര്യ. അതും ഈ പൗർണമി സൂചിപ്പിച്ച പോലെ 5ാമത്തെ കുട്ടിയെ പ്രസവിക്കുന്ന വേളയിലാണ് ഇങ്ങനെ ഗുരുതരമായ രക്തസ്രാവം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത് അങ്ങനെയാണ്, ഹെവി ബ്ലീഡിംഗ് ആണ്, അങ്ങനെ സംഭവിച്ച് മരിച്ചതാണ്. ഇത് ഒരു ട്രെൻഡായി മാറാനെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞൊരു കാര്യം. കോഴിക്കോട് ഒരു മാസങ്ങൾക്ക് മുൻപ് ഒരു ജനന സർട്ടിഫിക്കറ്റ് കേസുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായി. അതായത് ആരോഗ്യ വകുപ്പ് ആ കുട്ടിക്ക് ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല അത്രേ. എന്താ കാര്യം അന്വേഷിച്ച് ബന്ധപ്പെട്ടില്ലേ കളി മാറിയത്. ചെറുപ്പക്കാരിയോ യുവാവും യുവതിയും അവരുടെ കുഞ്ഞിനെ, അവരുടെ ഭാര്യ അവരുടെ കുട്ടിയെ വീട്ടിൽ പ്രസവിച്ച ഒന്നും ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുകയോ ചെയ്തിട്ടില്ല. പ്രസവം വന്നപ്പോൾ വീട്ടിലങ്ങ് പ്രസവിപ്പിച്ചു. എന്നിട്ട് പൊക്കിൾക്കൊടി ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തത്ര. എത്ര മനോഹരമായ ആചാരങ്ങളാണ് അല്ലേ? എത്ര സിമ്പിളായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് ആരോഗ്യവകുപ്പ് ഇച്ചിരി സ്ട്രിക്റ്റ് ആയി. കാരണം അവരിത് അറിയിച്ചില്ല, മറ്റു കാര്യങ്ങളൊന്നും ചെയ്തില്ല. അതുകൊണ്ട് ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യം ഗവൺമെന്റിനില്ല. കാരണം ഗവൺമെന്റിന്റെ അഫിലിയേറ്റഡ് ആയിട്ടൊന്നും അവർ ചെയ്യുന്നില്ല. അവർ സ്വന്തമായിട്ട് ഈ പറയുന്ന പോലെ പ്രസവിച്ചെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോട്ടെ. എന്തോ തലനാരിഴയ്ക്ക് ആ പെങ്കൊച്ചന്ന് ചാകാഞ്ഞാന്ന് എനിക്ക് തോന്നുന്നത്. ഭാഗ്യത്തിന് ഈ അമ്മയും കുഞ്ഞും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ അവരുടെ ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ പല ചാനലുകളും കണ്ടിരുന്നു. അതിനേക്കാളും മാരകമായ ഒരു അവസ്ഥയാണ് ഈ സിറാജ്, ആലപ്പുഴക്കാരനാണ്. ഭാര്യയായിട്ട് അയാൾ ഈ പറയുന്ന അവിടെ മലപ്പുറത്ത് സെറ്റിലാകുകയാണ്. ബന്ധുക്കൾക്ക് സംശയം തോന്നി, ഇവരുടെ മരണത്തിൽ സംശയം തോന്നിയിട്ടാണ് ബന്ധുക്കളാണ് യുവതിയുടെ വീട് പെരുമാറും, അവർക്ക് സംശയം തോന്നിയിട്ടാണ് അവർ കേസ് കൊടുക്കുന്നത്. ആദ്യത്തെ 3 പ്രസവങ്ങളും ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഇയാൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അറിയാം. പിന്നെ ഇയാളൊരു പ്രത്യേക ടൈപ്പ് ഓഫ് മിസ്റ്ററിക് ക്യാരക്ടറാണെന്നാണ് അവിടുത്തെ അയൽവാസികൾ പറയുന്നത്. ആരോടും സഹകരണമില്ല, അവരങ്ങനെ വലിയ ബന്ധങ്ങളൊന്നും വെച്ച് വളർന്ന ആൾക്കാരല്ല, ആരുമായിട്ട് മിണ്ടാട്ടമില്ല, ഒരു ദുരൂഹത നിറഞ്ഞൊരു ക്യാരക്ടറും ഒരു ഫാമിലിയും ആയിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഒരുപക്ഷെ ഭാര്യയ്ക്ക് ഇത്രയും കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ കുട്ടികളുടെ കരച്ചിലും ബഹളവും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാകാം. 4 കുഞ്ഞുങ്ങൾ ഓൾറെഡി ഉണ്ട് അവിടെ. 4ാമത്തത് വീട്ടിൽ വെച്ചായിരുന്നു എന്ന് പറയുന്നു. ഈ പറയുന്ന 5ാമത് നടത്തുന്ന വഴിക്കാണ് സംഭവിച്ചു. അവര് വീട്ടിൽ വെച്ചു പ്രസവിക്കുന്നു, രക്തം വാർന്ന് മരിക്കുന്നു. അയാൾക്ക് സ്വാഭാവികമായിട്ട് പോലീസിനെ അറിയിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യാം. എന്തുകൊണ്ടത് ചെയ്തില്ല? അപ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ട് തെറ്റാണെന്നുള്ള ബോധ്യം കൊണ്ട് ഇനി അയാൾ എന്തെങ്കിലും അവരെ ചെയ്തതാണോ, എന്തെങ്കിലും ആഭിചാര കർമ്മം, അങ്ങനെയും സംശയങ്ങൾ, കിംവദന്തികൾ വരുന്നുണ്ട്. ആഭിചാര കർമ്മത്തിന്റെ ഭാഗമായിട്ട്, ചില ഈ ചെയ്ത്ത് ക്രിയകളുടെ ഭാഗമായിട്ട് പരീക്ഷണാർത്ഥം ചെയ്തതാണോ എന്ന് നമുക്കറിയില്ല. കാരണം അയാൾ ഈ മതപ്രഭാഷകനാണ്, ചാനലുകളിൽ ഇരുന്ന് മതം പ്രഭാഷിക്കുന്നതാണ് പറയുന്നത്. ആ മതം പ്രഭാഷിക്കുന്ന ഏത് ലെവലിലെ ആളാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ മതപ്രഭാഷകരെല്ലാവരും വിവരം അല്ലെങ്കിൽ നല്ല രീതിക്ക് സംസാരിക്കുന്ന നമുക്ക് പറയാൻ പറ്റത്തില്ല. വിവരക്കേടുകൾ പറയുന്ന മതപ്രഭാഷകരുടെയൊക്കെ ട്രോളുകൾ നമ്മൾ കാണാറുണ്ട്. ഇയാൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇഷ്ടംപോലെ ട്രോളുകളാണ് നമ്മൾ ചിരിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ പറ്റിയ ഒരാളാണോ എന്ന്. എന്തായാലും അയാൾക്ക് തീരെ വിവരം ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം 5 കുട്ടികളെ പ്രസവിക്കാൻ തയ്യാറായ അയാളുടെ പത്നിയെ അല്ലെങ്കിൽ അയാളുടെ ഭാര്യയെ ഇത്രയും ക്രിട്ടിക്കൽ
സ്റ്റേജിൽ കണ്ടിട്ടും കണ്ണി ചോരയില്ലാതെ ആ രക്തം വാർന്ന് അവരെ മരിക്കാൻ അനുവദിച്ച അല്ലെങ്കിൽ അതിന് കാരണക്കാരനായവൻ എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സ് ഏത് ടൈപ്പാണ്, എന്തൊരു പൗർണമി ചോദിച്ച ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എന്താണ് നമ്മുടെ നാട് ഇങ്ങനെ ഇപ്പോൾ വന്ന് പ്രസവവും വീട്ടിൽ, പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ടാണ് പ്രസവം വീട്ടിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയല്ല, പ്രസവങ്ങൾ സൗജന്യമായി ചെയ്തു കൊടുക്കുന്ന എല്ലാ സർക്കാർ ഹോസ്പിറ്റലും ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രത്യേക പാക്കേജുകളാണ്. നമ്മുടെ സർക്കാർ ജനറൽ ഹോസ്പിറ്റലായാലും മെഡിക്കൽ കോളേജുകളിലും സൗജന്യമാണ് പ്രസവം എന്ന് പറയുന്നത്. എനിക്ക് കിട്ടിയിട്ടുണ്ട് പൈസ. ഞാൻ സർക്കാർ ഹോസ്പിറ്റലിൽ പ്രസവിച്ച ഒരാളാണ്. എൻ്റെ സിസേറിയൻ ആയിരുന്നു. എനിക്ക് പൈസ ഊണ് ഫ്രീ പൈസ കിട്ടും. നമുക്ക് 10,500, 1,600, 3,000 അങ്ങാണ്ട് രൂപ പൈസ, 6,000 രൂപയ്ക്ക്. അങ്ങനെ നമുക്ക് ഇങ്ങോട്ട് നമ്മൾ പ്രസവിക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് പൈസ തരുന്ന ഗവൺമെന്റ് ആണ് നമുക്കുള്ളത്. അപ്പൊ അങ്ങനെയുള്ളൊരു നാട്ടിൽ എന്തുകൊണ്ടാണ് ഇയാൾ ഈ തോന്നിവാസം കാണിച്ചത്? ഇപ്പോൾ ശാരിക, ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് ഈ ഒരു സിറാജുദ്ദീൻ എന്നാണ് ഈ ഭാര്യയുടെ, ഈ മരിച്ചുപോയ യുവതിയുടെ ഭർത്താവിന്റെ പേര്. അദ്ദേഹത്തിന്റെ നിർബന്ധ പ്രകാരമാണ് ഈ വീട്ടിൽ ഈ പ്രസവം നടത്തിയതും എല്ലാം. അവസാന നിമിഷം തീരെ വയ്യാതായപ്പോൾ അവർ ആവശ്യപ്പെട്ടു തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ, പക്ഷെ അനുവദിച്ചില്ല. അങ്ങനെ അവരുടെ മരണം സംഭവിച്ചു. അതായത് അവിടെയും അയാൾ പല വിധത്തിലുള്ള ന്യായീകരണങ്ങളാണ്. ശ്വാസമുട്ടൽ പോലെ വന്നു, അപ്പോൾ അത് പറഞ്ഞു, ഞാൻ ഉടനെ തന്നെ ആംബുലൻസിനെ വിളിച്ചു, അല്ലെങ്കിൽ പ്രസവം എടുക്കുന്ന സ്ത്രീകളെ വിളിച്ചു. അയാൾക്കൊരു ബോധമില്ല, എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. കാരണം കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായി. പക്ഷെ മനഃപൂർവ്വമുള്ള നരഹത്യക്ക് തന്നെയാണ് കേസെടുത്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഈ മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് ആ ഒരു ഭാഗത്തെ ഇങ്ങനെയുള്ള പ്രസവങ്ങൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവന് ഹാനി സംഭവിക്കുമ്പോഴാണ് ഇതൊക്കെ ചർച്ചയാവുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോഴും അതുതന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന ഈ ഒരു യുവതിയുടെ മരണത്തെ തുടർന്നാണ്, ഈ ഒരു സിറാജുദ്ദീന്റെ പ്രവൃത്തിയെ തുടർന്നാണ് ആ ഒരു ഏരിയയിലോട്ട് ചാരിക ഒരുപാട് ആളുകൾ ഇപ്പോഴും ഹോസ്പിറ്റലുകളോട് വിരോധം കാണിക്കുകയും വീട്ടിനുള്ളിൽ നടക്കുന്ന പ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ തന്നെയുണ്ട്. അതായത് കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്കുകൾ എടുത്ത് നോക്കിയാൽ, അതായത് ഈ ഒരു 2019 മുതൽ 2024 വർഷത്തെ 5 വർഷത്തെ കണക്ക് നോക്കിയാൽ ഏകദേശം 2800-ലധികമാണ് വീടുകളിൽ പ്രസവം നടന്നിരിക്കുന്നത്. അത് ഈ മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ ഈ ഒരു 2023-24 കാലഘട്ടം, അതായത് ആ ഒരു വർഷക്കാലത്ത് മാത്രം 523 പ്രസവങ്ങളാണ് വീടുകളിൽ നടന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏകദേശം എത്രത്തോളം, അതായത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം നടന്ന കണക്ക് നോക്കിയാൽ 1000-ലധികമാണ്. ഈ 2800 സംതിങ് പറഞ്ഞെടുത്ത് 1000-ലധികവും ഈ പറയുന്ന ജില്ലകളിൽ മാത്രമാണ്. അതിനകത്ത് ആ ഒരു ഏരിയയിലെ 523 എണ്ണം എന്ന് പറയുന്നത് ഈ 2023-24 വർഷത്തിൽ മാത്രം നടന്നതാണ്. അത് മാത്രമല്ല, എന്നെ ഏറെ ഞെട്ടിപ്പിച്ചൊരു കാര്യം, ഇവിടെ വീടുകളിൽ പ്രസവിക്കുന്ന സ്ത്രീകളെ വിളിച്ച് അനുമോദിക്കുന്ന ഒരു ചടങ്ങ് കൂടെ അവിടെ നടന്നു വരുന്നുണ്ട്. അതായത് വീടുകളിൽ പ്രസവിച്ചവരെ എല്ലാം ഒരു ഗ്രൂപ്പ് ഓഫ്, അതായത് കൂടുതലും മുസ്ലിം ആളുകളാണ് എന്നാണ് മനസ്സിലാക്കിയത്. ആ ഒരു വീഡിയോയിൽ നിന്ന് വലിയൊരു ഫംഗ്ഷൻ വെച്ച് വീടുകളിൽ പ്രസവിച്ച സ്ത്രീകളെ അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് വേദിയിൽ വിളിച്ചു നിർത്തി അവർക്ക് ഉപഹാരം നൽകുക, അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക. അത് ആങ്കർ ചെയ്യാൻ ഒരാൾ, ആ ആങ്കർ ചെയ്യുന്ന ആളടക്കമുള്ളവരുടെ 2 കണ്ണുകൾ മാത്രമേ പുറത്തേക്ക് കാണുന്നുള്ളൂ, പർദ്ദയിട്ടേക്കാണ്. അവർ പറയുകയാണ്, നിങ്ങൾ ചെയ്തത് ഇവരെ നമുക്ക് ധീര വനിതകൾ എന്ന് തന്നെ പറയാം. ഇത്രയും ഈ ആശുപത്രികളെ എല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ തന്നെ പ്രസവിക്കാൻ ധൈര്യം കാണിച്ചു എന്ന് പറഞ്ഞാൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പോലും ആളുകൾ ഉണ്ട് എന്ന് തന്നെ അത്ഭുതപ്പെടുത്തി. ശരിക്കും ഒരു യുവതിയുടെ റെസ്പോൺസ് എന്തായിരുന്നു അത് അതിലേറെ ഞെട്ടിപ്പിക്കുന്നു. അവർ പറഞ്ഞത്, ഞാൻ വീട്ടിൽ പ്രസവിച്ചതുകൊണ്ട്, ഞാൻ നിത്യവും കിടക്കുന്ന മുറിയിൽ ഞാൻ പ്രസവിച്ചതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഈ പറയുന്ന പോലെ പേടിപ്പിക്കുന്ന പോലെ ഒന്നും ഉണ്ടായില്ല. ആ ഒരു സമയത്ത് ആശുപത്രികളിലാണെങ്കിൽ അവർ നമ്മളെ പുഷ് ചെയ്യാൻ നിർബന്ധിക്കും, അല്ലെങ്കിൽ ഗുളിക കഴിച്ച് നമുക്ക് മനഃപൂർവ്വം വേദന വരുത്തും. ഇത് പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. എനിക്ക് ആ അവസാന സമയത്ത് കുഞ്ഞ് പുറത്തേക്ക് വരാനായപ്പോൾ ഒരു ചെറിയ വേദന, അത്രയും മാത്രമേ ഉണ്ടായുള്ളൂ. ആശുപത്രിയിലാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ബോധം പോയി, ഞാൻ തളർന്നു വീണേനെ. വീട്ടിലായതുകൊണ്ട് ഇതൊന്നും സംഭവിച്ചില്ല. എനിക്കത് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. ആ സ്ത്രീ എന്തർത്ഥത്തിലാണ് അങ്ങനെ പറയുക? ഒന്ന് പ്രസവിച്ച് ഏതൊരു സ്ത്രീക്കും മനസ്സിലാവും ആ ഒരു സമയത്ത്, ഈവൻ ഹോസ്പിറ്റലിലാണെ പോലും ഒന്ന് ഇറങ്ങി ഓടിയാൽ മതി എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ, അത്രയും വേദന കൊണ്ട് പൊളയുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും നിസ്സാരമായിട്ടൊരു സ്ത്രീ തന്നെ പാരയാവുന്നത് എങ്ങനെയാണെന്ന് അവർ വീണ്ടും വിളിച്ചോതുന്നതായിട്ട് ശാരിക എനിക്ക് തോന്നി. അതെ, കാരണം ഇതൊക്കെ ഒരു മോട്ടിവേഷൻ ആണെന്നുള്ള വലിയ ഒരു ഇതിലാണ് അവർ പറയുന്നത്. ഈ പറയുന്ന പോലെ കണ്ണുകൾ മാത്രമേ കാണൂ. നമ്മൾ അതിനെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നില്ല, നമ്മൾ കൂടുതൽ പറയേണ്ടി വരും. പക്ഷേ അതൊരു കോക്കസ്, അതിനുവേണ്ടി ഒരു ഗ്രൂപ്പ്, അതായത് ഇപ്പൊ ഇനിയിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവാം. അതായത് പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമുള്ള, വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് മാത്രം, അല്ലെങ്കിൽ വീട്ടിൽ പ്രസവം നടത്തുന്ന ഫാമിലി ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ വെച്ചുകൊണ്ടായിരിക്കാം ഇനിയിപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവും. പക്ഷെ ഇനി ഒന്ന് പേടിക്കും. കാരണം ഇനി അവരുടെ മറ്റേ രക്തസാക്ഷിയായിട്ട് നമുക്കുണ്ടല്ലോ, നമുക്ക് ഒരുപാട് പൊളിറ്റീഷ്യൻസുമാരും രാഷ്ട്രപിതാക്കന്മാരും ഒക്കെ രക്തസാക്ഷികളുണ്ട്. എന്തിനു വേണ്ടി? നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരികയും നമുക്ക് ഇന്ന അവകാശങ്ങൾ നേടിത്തരുകയും ചെയ്ത ആൾക്കാർക്ക് നമ്മൾ രക്തസാക്ഷികളാകുമ്പോൾ നമ്മൾ പൂവിട്ടൊക്കെ വെക്കും. അക്കൂട്ടത്തിൽ വെക്കാം ഈ സിറാജുദ്ദീന്റെ വൈഫിനെയും കൂടെ. കാരണം നമ്മൾ കളിയാക്കി പറയല്ല, എങ്ങനെ പറയാതിരിക്കും?
പറയാതിരിക്കും? കാരണം ഈ സിറാജിനെ പോലുള്ള ആൾക്കാരായിരിക്കാം ഇങ്ങനെയുള്ള കോക്കസിനൊക്കെ നേതൃത്വം കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആൾക്കാരെ ക്രോഡീകരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വൃത്തികേടുകളൊക്കെ കാണിക്കുന്നത്. ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നാടുകളിലെ പ്രസവം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നടക്കുന്ന ഈ ഗൈനക് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ വളരെ എഫിഷ്യന്റ് ആണ്. വളരെ എത്ര മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓരോ ഗർഭിണികളെയും അല്ലെങ്കിൽ ഓരോ കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കാനായിട്ട് ട്രിവാൻഡ്രം ടു കാസർഗോഡ് വരെയുള്ള യാത്രകളൊക്കെ നടത്തി കരൾ മാറ്റവും ഹൃദയമാറ്റവും ഒക്കെ ശസ്ത്രക്രിയകളൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു നാട്, വളരെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു നാട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ശിശു ജനനം പോലും വളരെ അതീവ വിദഗ്ധർ കൈകാര്യം ചെയ്ത് ഇൻക്യൂബേറ്ററിലേക്ക് ഇത്ര ദിവസം ഏർലിയർ ആയിട്ട് വന്ന കുഞ്ഞുങ്ങളൊക്കെ ഇൻക്യൂബേറ്ററിലൊക്കെ ഇട്ട് വളർത്തിയെടുത്ത് നല്ല ആരോഗ്യവനാക്കി മാറ്റിയ ഒരു ചരിത്രമുള്ള മെഡിക്കൽ ഹിസ്റ്ററിയുള്ള ഒരു നാട്. ആ നാട്ടിലാണ് ഇങ്ങനത്തെയുള്ള അപരിഷ്കൃതമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുക. എനിക്ക് ഇന്നിപ്പോ ആദിവാസി ഊരുകളിലായാലും കാട്ടിന്റെ മക്കളായാലും അവർ പ്രസവങ്ങളെല്ലാം PH സെന്ററുകളിലും ആരോഗ്യ അങ്ങനെയുള്ള സെന്ററുകളിലേക്കാണ് അവർ പോകുന്നത്. കാരണം അവരും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. കാരണം വീട്ടിൽ പ്രസവിക്കുന്ന അത്ര ശുഭകരമല്ല, വീട്ടിൽ പ്രസവിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് മരണം സംഭവിക്കാം, അമ്മയുടെ ആരോഗ്യം നശിക്കും എന്നുള്ള കാര്യങ്ങൾ അവർ പോലും മനസ്സിലാക്കിയ ആ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ വടക്കൻ മലബാറുകളിൽ അല്ലെങ്കിൽ ഈ വടക്കൻ ജില്ലകളിലെ ചില വിഭാഗങ്ങൾ മാത്രം, എല്ലാവരും അല്ല, ഒരുപാട് മാറിയ നല്ല നല്ല ഡെവലപ്മെന്റ് നടക്കുന്ന നാട് തന്നെയാണ് ഈ പറയപ്പെടുന്ന നമ്മുടെ വടക്കൻ ഏരിയകളെല്ലാം തന്നെ. നമ്മൾ വളരെ നല്ല ആൾക്കാരുള്ള നാടുകൾ തന്നെയാണ്. പക്ഷേ അവരുടെയൊക്കെ ആ ഒരു ജില്ലകളുടെ പേര് നശിപ്പിക്കാനും അവിടുത്തെ ആരോഗ്യത്തിന്റെ ഇതെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ചധികം കുറഞ്ഞ ബഞ്ച് ഓഫ് ആൾക്കാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. വീട്ടിൽ പ്രസവിക്കാം, ആർക്കും പ്രസവിക്കാം, അതിന് ആരുടെയും സഹായം വേണ്ട, ഡോക്ടർ വേണ്ട, നഴ്സ് വേണ്ട, അറ്റൻഡർ വേണ്ട, മരുന്നുകൾ വേണ്ട, അങ്ങനെയുള്ള ഇതിലൊന്നും നിങ്ങൾ ആരും വീഴരുത്. പ്രസവം എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള എന്ന് വെച്ചാൽ സുഖപ്രസവം എന്നൊക്കെ നമ്മൾ പറയും, അതൊക്കെ പറച്ചിൽ മാത്രമേ സുഖമുള്ളൂ. പക്ഷെ പ്രസവിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. ഞങ്ങൾ രണ്ടുപേരും അമ്മമാരാണ്, നമുക്ക് നന്നായിട്ട് അറിയാം. അത് സിസേറിയൻ ആയാലും നോർമൽ ഡെലിവറി ആയാലും വേദന തിന്ന് തന്നെയാണ് ഓരോ അമ്മമാരും ഈ ഭൂമിയിലേക്ക് ഒരു കുഞ്ഞിന് ജനനം കൊടുക്കുന്നത്. അതൊരു നോട്ട് ആൻ ഈസി ടാസ്ക് അറ്റ് ഓൾ. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പവിത്രതയോടുകൂടി അതിൻ്റെതായ ഇമ്പോർട്ടൻസോടുകൂടി ഹോസ്പിറ്റലിൽ തന്നെ നിങ്ങൾ പ്രസവത്തിന് ഏർപ്പാട് ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു പക്ഷേ കുഞ്ഞിനെയും അമ്മയെയും നിങ്ങൾക്ക് ഇനി കാണേണ്ടി വരില്ല.